നമ്മുടെ കുട്ടികളുടെയൊക്കെ ആണെങ്കിലും നമ്മുടെയൊക്കെ ആണെങ്കിലും തലമുടി ഉണ്ടല്ലോ നല്ല കറുപ്പും നല്ല ഉള്ളോട് കൂടി നല്ല നീളത്തോട് കൂടിയിട്ട് വളരാനായിട്ട് നമ്മുടെയൊക്കെ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്നത് ഈ ഒരു ചെടി ഇതുപോലെ നമ്മൾ എണ്ണ കാച്ചാണ്ട് നമുക്ക് എണ്ണ കാച്ചി ആ ഒരു ഗുണം കിട്ടും കേട്ടോ. നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് തല വെറുതെ ഹെയർ സീറം ഉണ്ടാക്കിയിട്ട് തല കഴുകി വിടുക കേട്ടോ. മുടിക്ക് നല്ല കറുപ്പും കിട്ടും, തിളക്കവും കിട്ടും, മുടി വളരാനൊക്കെ കിട്ടും, ബെസ്റ്റാണ്. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് എടുക്കേണ്ട ഒരു ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന പറമ്പിലും കാട്ടിലും അവിടെയൊക്കെ നിൽക്കുന്നുണ്ട് റോഡിലേക്കൊക്കെ. ഇത് കയ്യോന്നി എന്നൊക്കെ പറയും. മിക്കവരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, പറമ്പിലൊക്കെ നിൽക്കുന്നുണ്ട് വെള്ള പൂവൊക്കെ ആയിട്ട്. അപ്പോൾ ഈ ഒരു ചെടി നല്ല രീതിയിൽ എണ്ണ കാച്ചാനായിട്ട് എടുക്കുന്ന കേട്ടോ. ഭൃംഗരാജ് എന്നൊക്കെ നിങ്ങൾ കേട്ടില്ലേ, ഭൃംഗരാജ് ഓയിൽ എന്നൊക്കെ, അത് തന്നെ ഐറ്റം. ഇതിങ്ങനെ നിങ്ങൾ അവിടെ നിൽക്കുന്ന കാണുവാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു പൂവിൽ നിന്ന് ഒരു വിത്തൊക്കെ ആയിട്ട് നിൽക്കും. ആ വിത്ത് നിങ്ങൾ പറിച്ചു കൊണ്ടുവന്നിട്ട് ചെടിയുടെ ചട്ടിയിലോ അല്ലെങ്കിൽ മുറ്റത്തോ പറമ്പിലൊക്കെ ഇങ്ങനെ തൂളിട്ടാൽ മതി, നിറച്ചിങ്ങനെ ഉണ്ടായി വരും. അപ്പോൾ ഞാൻ ആ വിത്ത് പാവിയിട്ട് വേറെ ചട്ടിയിൽ ഇങ്ങനെ ഉണ്ടാക്കി എടുത്താട്ടോ. അപ്പം ഇതുപോലെ ഇടയ്ക്കൊക്കെ പറിച്ച് നമ്മളിങ്ങനെ കുട്ടികൾക്കൊക്കെ തലയിൽ തേച്ച് കൊടുക്കുകയാണെങ്കിലും, കുട്ടികൾക്ക് മാത്രമല്ല അമ്മമാർക്കൊക്കെ തലയിൽ ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണെങ്കിലോ തലമുടിക്ക് മുടി കൊഴിച്ചിൽ മാറും, മുടി പെട്ടെന്ന് വളരാൻ നല്ലതാണ്. എണ്ണ കാച്ചാത്ത രീതിയിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പം കുറച്ച് പനിക്കൂർക്കയുടെ ഇല പറിച്ചെടുക്കുക കേട്ടോ. അപ്പം ഞാൻ പനിക്കൂർക്കയുടെ ഇല ഇല്ലാത്തത് കൊണ്ട് ചുമക്കൂർക്കയായിട്ട് പറിച്ചേക്കുന്നത്. അപ്പം തുളസിയുടെ ഇല പനിക്കൂർക്കയുടെ ഇല പറിച്ചെടുക്കുകയാണെങ്കിൽ നീർക്കെട്ട് വീഴത്തില്ല. അപ്പം ജലദോഷം ഒന്നും ഉണ്ടാകത്തില്ല, നീർക്കെട്ട് വീഴാതിരിക്കും കേട്ടോ. അപ്പം കുറച്ച് പനിക്കൂർക്കയുടെ ഇല ഉണ്ടെങ്കിൽ പറിച്ചെടുത്തോ. പിന്നെ ഈ നമ്മുടെ കറിവേപ്പില കറിവേപ്പില എടുക്കുകയാണെങ്കിൽ നല്ലതാണ്, കറുപ്പും തിളക്കവും കിട്ടും മുടിക്ക്. അത് മാത്രമല്ലാണ്ട് ഈ കുട്ടികളുടെയൊക്കെ തലമുടിയൊക്കെ നമ്മൾക്ക് അറിയാമല്ലോ, രാവിലെ തന്നെ പിള്ളേരൊക്കെ പോയി കഴിഞ്ഞ് കഴിയുമ്പം സ്കൂളിലേക്ക് പോകുമ്പം മുടിയും കെട്ടി വെച്ചിട്ട് പോകുമ്പോൾ മുടിക്കായ ഉണ്ടാവും. അപ്പം മുടിക്കായ മാറാനായിട്ട് കറിവേപ്പിൻ്റെ ഇല നല്ലതാണ്. അപ്പോൾ അത് 1-2 കറിവേപ്പിൻ്റെ ഇല എടുക്കുക. പിന്നെ ഇപ്പോൾ ഈ കാണിച്ച ചെറിയ ഇലയായിട്ട് കാണിച്ചത് കീഴാർനെല്ലിയാണ് കേട്ടോ. കീഴാർനെല്ലി ഇലയുടെ അടിയിൽ ഇങ്ങനെ നെല്ലിക്ക പോലെയുള്ളത്, അത് മുടി കൊഴിച്ചിൽ മാറാനായിട്ടും തലമുടിക്ക് നല്ല ബലം കിട്ടും കേട്ടോ. മുടി കൊഴിച്ചിൽ മാറാനായിട്ട് നല്ലതാണ് കീഴാർനെല്ലി 2-3 തരത്തിലുള്ള ഇതുണ്ട് കേട്ടോ. പച്ച കളർ വരുന്നത് ഇലയുള്ളതുണ്ട്, റെഡ് കളറുള്ള ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം 3 തരം കീഴാർനെല്ലി ഉണ്ട് കേട്ടോ. അപ്പം എനിക്ക് ഏതെങ്കിലും എടുത്താൽ മതി, കീഴാർനെല്ലി ആയാൽ മതി കേട്ടോ. അപ്പോൾ അതായത് ഇങ്ങനെ എടുക്കുക. പിന്നെ ഞാനിതാ കറിവേപ്പിലയുടെ തണ്ടില്ലേ അതും കൂടെ കൂടി മിക്സിയുടെ ജാറിലേക്ക് ഫുള്ളൊന്ന് കഴുകിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ചെറിയ മിക്സിയുടെ ജാറോ വലിയ മിക്സിയുടെ ജാറോ എടുക്കാം, പക്ഷേ കഴുകി നമ്മൾ നന്നായിട്ട് അരഞ്ഞ് വന്നെന്നുള്ളൂ കേട്ടോ. പിന്നെ ഇതുപോലെ സവാളയുടെ ഒരു ചെറിയൊരു കഷ്ണം ഇട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ ചുവന്നുള്ളിയുടെ 2-3 ചുവന്നുള്ളി ഇട്ട് കൊടുത്താലും മതി. തലയിൽ താരം മാറുകയും ചെയ്യും, മുടി കൊഴിച്ചിട്ട് നല്ല പിടിച്ചിട്ട് വരെ നിൽക്കും കേട്ടോ. അപ്പോൾ ഈ കയ്യോന്നിയുടെ പൗഡർ ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഞാൻ ഈ ഫസ്റ്റത്തെ കമൻറ്റ് ബോക്സിൽ ഞാൻ ഫസ്റ്റ് കമൻറ്റ് പിൻ ചെയ്തിട്ട് തരാം. അതിൻ്റെ താഴെ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഇട്ടുതരാം കേട്ടോ. ഇതിൻ്റെ കോംബോ ആയിട്ടുള്ളതുണ്ട്. നമ്മുടെ നെല്ലിക്കയുടെ പൗഡറും മൈലാഞ്ചിയുടെ പൗഡറും ഈ റീത്ത് ഷികാക്കായും കയ്യോന്നിയുടെയും കൂടി 5 വരുന്ന 6 വരുന്ന രീതിയിൽ കോംബോയുടെ പാക്കറ്റ് ഇട്ടിട്ടുണ്ട്. മൊത്തം 200 വരുന്നില്ല കേട്ടോ. കടകളിലൊക്കെ 40 ഗ്രാമിന് 60 രൂപ 80 രൂപ അങ്ങോട്ട് കൊടുക്കണം. അപ്പം നിങ്ങൾക്ക് ഓഫർ പ്രൈസിൽ വാങ്ങണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഞാൻ ലിങ്ക് ഇട്ടുതരാം കേട്ടോ. അപ്പം പൊടി വാങ്ങുന്നതെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്ന ഇലകളെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ പൗഡർ ഉണ്ടെങ്കിൽ ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് പച്ചവെള്ളം ചേർത്ത് കൊടുക്കാൻ പറ്റുന്നവർക്ക് പച്ചവെള്ളം ചേർത്ത് കൊടുക്കാം. കഞ്ഞിവെള്ളത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നവരുണ്ട് കേട്ടോ. തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടും. അപ്പോൾ നീർക്കെട്ട് വീഴുന്ന ടീംസ് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പച്ചവെള്ളത്തിൽ അടിച്ചെടുത്താൽ മതി. കഞ്ഞിവെള്ളത്തിൽ നിങ്ങൾ അടിച്ചെടുക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ പനിക്കൂർക്കയുടെ ഇലയോ തുളസിയുടെ ഇലയോ ചേർത്തിട്ട് അടിച്ചെടുക്കുമ്പോൾ നല്ല കറുത്ത കളറിൽ വെള്ളം കിട്ടും. നമ്മൾ എണ്ണ കാച്ചി എടുക്കുമ്പോഴും ഈ ഭൃംഗരാജ് കൈകൊന്നിക്ക് ഇട്ടിട്ട് എണ്ണ കാച്ചെടുക്കുമ്പോഴും കറുത്ത എണ്ണയെ വരുന്നില്ലേ, അതുപോലെ തന്നെ വെള്ളം ഉണ്ടാക്കിയെടുക്കുമ്പോഴും ഇങ്ങനെ തന്നെ വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെറിയ അരിപ്പയിൽ അരിച്ചെടുക്കുക. അതല്ലെങ്കിൽ തലയിൽ കൂടെ ഇങ്ങനെ പൊടി നാരകം തടയും. അപ്പോൾ ഇങ്ങനെ വെള്ളം എപ്പോഴും ഉണ്ടാക്കിയെടുക്കൽ പാടാണെങ്കിൽ ഒരു വൈറ്റമിൻ ഡിയുടെ ക്യാപ്സൂൾ പൊട്ടിച്ചെടുത്ത് ഒഴിച്ചാൽ മതി. എന്നിട്ട് കുഞ്ഞ് ബോട്ടിലാക്കിയോ അല്ലെങ്കിൽ ഉണ്ടാക്കുന്നതിനനുസരിച്ചുള്ള വലിയ ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് സ്റ്റോർ ചെയ്യുവാണെങ്കിൽ ഒരു മാസത്തോടെ ഇരിക്കും, കേട് വരത്തില്ല. അപ്പം കുറച്ച് വീതം വെളിയിൽ എടുത്ത് വെച്ചിട്ട് തണുപ്പാറിയതിന് ശേഷം നമ്മൾ കുളിക്കാൻ നേരത്ത് തല കഴുകി വിട്ടാൽ മതി. എന്നിട്ട് പച്ചവെള്ളത്തിൽ കഴുകി വിട്ടിട്ട് സോപ്പിട്ടോ അതിലൊക്കെ കഴുകി കളഞ്ഞോ, മുടിക്ക് നല്ല കറുപ്പ് ഉള്ളും കിട്ടും. അപ്പം പൗഡർ വേണ്ടവർ വൈറ്റമിൻ ഡിയുടെ ക്യാപ്സൂൾ ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് 100 രൂപയ്ക്ക് കിട്ടും കേട്ടോ. 100 ക്യാപ്സൂൾ 100 രൂപയ്ക്ക് കിട്ടും. ആർക്കെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. കടയിൽ നിന്ന് വാങ്ങുന്നതിൻ്റെ ലാഭത്തിൽ കിട്ടും കേട്ടോ. അപ്പം ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്തിട്ട് തരാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ലൊരു വീഡിയോ കാണാം. ഇതുപോലെ ടിപ്സ് വിളിച്ചിട്ട് പേജ് ഫോളോ ചെയ്യാം കേട്ടോ.